അതിമനോഹരങ്ങളായ ചിത്രങ്ങളുടെയും ശില്പങ്ങളുടെയും പ്രദർശനം മട്ടാഞ്ചേരി പാലറ്റ് പീപ്പിൾ ആർട്ട് ഗാലറിയിൽ നടക്കുകയാണ്. എറണാകുളം ജില്ലാ ചിത്രകലാ പരിഷത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ ക്യാമ്പുകളിൽ വരച്ചെടുത്ത ചിത്രങ്ങളും നിർമ്മിച്ച ശില്പങ്ങളുമാണ് ഇവിടെ പ്രദർശനത്തിനായിട്ട് എത്തിച്ചിട്ടുള്ളത്. 45ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന ആ പ്രദർശനത്തിന്റെ കാഴ്ചകളിലേക്ക്. അത് നല്ല ചെയ്യുന്നവര് മാത്രമല്ല, കലയുടെ സംസ്കാരം മനസ്സിലാക്കുന്നവര് ആ ഒരു സങ്കീർണതയിലൂടെ ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പോകണം. അതുപോലെ പെരുമ്പാവൂർ നാഗാഞ്ചേരി മനയിൽ വെച്ച് 2 പ്രാവശ്യം ആയിട്ട് നടത്തിയ ടെറാക്കോട്ട ക്യാമ്പിലെ വർക്കുകളുമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ നാഗാഞ്ചേരി മന തിരഞ്ഞെടുക്കാൻ കാര്യം തന്നെ അവിടെ 30 കൊല്ലം മുമ്പ് ലളിത അക്കാദമി നിർമ്മിച്ച ഒരു ചൂളയുണ്ടായിരുന്നു. ആ ചൂള നമുക്ക് വീണ്ടും ഒന്ന് ഉപയോഗിച്ച് നോക്കണം എന്നുള്ള ഒരു ഇതിൽ, കാരണം ആ ചൂള 30 കൊല്ലം പറഞ്ഞ് ഞാൻ അക്കാദമി മെമ്പറായിരുന്നപ്പം അന്ന് എൻ്റെ ഒരു ഇതിലായിരുന്നു, സൂപ്പർവൈസറായിരുന്നു ആ റെസിഡൻസി. അന്ന് നിർമ്മിച്ച ഒരു ചൂളയാണ്. അത് നമുക്ക് ഏതായാലും അവിടെ വളരെ ഭംഗിയായിട്ട് ആ മഴക്കാലമാണെങ്കിലും മഴയുടെ മൂർത്തിന്യത്തിലാണെങ്കിൽ തന്നെ നമുക്ക് ബേക്ക് ചെയ്യാൻ കൊടുത്തു. കുറച്ച് ശില്പങ്ങൾക്കൊക്കെ കേട് പറ്റി. ഏതായാലും നല്ലൊരു എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. ടെറാക്കോട്ട വർക്കുകളുടെ ആർട്ട് ഓൺ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ് ഞങ്ങളിത് 2ാം വർഷമാണ്. അപ്പോൾ അവിടെ വെച്ച് ചിത്രകാരന്മാർ വരച്ച് ഏകദേശം 65ഓളം ചിത്രകാരന്മാരുണ്ടായിരുന്നു, പങ്കെടുത്തു. വളരെ നല്ല രീതിയിൽ വന്ന ഒരു ക്യാമ്പായിരുന്നു, 1 ഡേ ക്യാമ്പായിരുന്നു. അപ്പം അതിൻ്റെ കൂടി ചേർന്നിട്ടുള്ള പ്രദർശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. പിന്നെ ഇതൊരു തുടക്കം മാത്രം. നമ്മൾ വയനാട്ടിൽ നടന്നിരിക്കുന്ന ദുരന്തത്തിലേക്ക് ഞങ്ങൾ ചിത്രകാരന്മാരെല്ലാവരും ആ കോസിലേക്ക് വേണ്ടി പല രീതിയിൽ ഡൊണേറ്റ് ചെയ്യാനും കോൺട്രിബ്യൂട്ട് ചെയ്യാനും വിചാരിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നത്തെ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും കലാകാരന്മാരുണ്ട്. അത് എറണാകുളം ജില്ല ബേസ് ചെയ്തിട്ടാണെങ്കിൽ പോലും താല്പര്യമുള്ള എല്ലാവരെയും, അതുകൂടാതെ തന്നെയല്ല ശില്പനിർമ്മാണത്തിൽ യാതൊരു വൈദഗ്ധ്യം ഇല്ലാത്തവർ പോലും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ടെറാക്കോട്ട ക്യാമ്പ് നടത്തിയത്. കാരണം മറ്റൊന്നുമല്ല, ഏറെ താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ തന്മയത്തമായ പ്രവർത്തനം നല്ല ശില്പങ്ങൾക്ക് രൂപം കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ആ ശില്പങ്ങളും ആർട്ട് ഓൺ സ്ട്രീറ്റിൽ പൂർത്തീകരിച്ച ചിത്രങ്ങളും ഇവിടെ വളരെ ഭംഗിയായിട്ട് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാലങ്ങളായിട്ട് ചിത്രപ്രദർശനം മാത്രം നടക്കുമ്പോൾ ശില്പകലയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരു സമയത്ത് അതിൻ്റെ വിരാമം ഇട്ടുകൊണ്ട് ഏതായാലും എറണാകുളം ജില്ലയുടെ ചിത്രകലാ പരിഷത്ത് യൂണിറ്റാണ് ഇപ്പോൾ ഈ ഒരു സംരംഭം രൂപീകരിച്ചിട്ടുള്ളത്. അതിൽ ഞങ്ങൾ ഏറെ സന്തോഷമുണ്ട്. കേരള ചിത്രകലാ പരിഷത്തിൻ്റെ എറണാകുളം ജില്ലാ ഘടകത്തിൻ്റെ പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. മട്ടാഞ്ചേരി പാലറ്റ് പീപ്പിളിൽ വെച്ച് നടത്തുന്ന 10 തൊട്ട് 15 ദിവസം നീണ്ടു നിൽക്കുന്ന 25-ാം തീയതി അവസാനിക്കും. പ്രദർശനം 10 മുതൽ 6 വരെ. അത് 45 ചിത്രകാരന്മാരുടെ പ്രോഗ്രാമാണത്. അത് ശില്പകലയും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ എറണാകുളം ജില്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം എക്സിബിഷൻ ചെയ്യുന്നത് കേരള ചിത്രകലാ പരിഷത്ത് എറണാകുളം ജില്ലാ ഘടകമാണ്. ചിത്രങ്ങളും ശില്പങ്ങളും നിർമ്മിക്കുകയും വരയ്ക്കുകയും ചെയ്യുക, അത് ചിത്രകാരന്മാർക്ക് എന്നും മനസ്സിന് സന്തോഷം നൽകുന്നതാണ്. ഒപ്പം തന്നെ നാട് ഇന്ന് അനുഭവിക്കുന്ന ദുരിത കാഴ്ചകളിൽ പ്രത്യേകിച്ച് വയനാടിന് സഹായം എത്തിക്കുവാൻ കൂടെ ഈ ചിത്രകാരന്മാർ 45 പേരും തയ്യാറാകുന്നു എന്നുള്ളതും ഏറ്റവും മനോഹരമായ, മനസ്സിന് കുളിർമ നൽകുന്ന കാര്യമാണ്. ഈ ചിത്രങ്ങളും ശില്പങ്ങളും പോലെ അവരുടെ മനസ്സും ഏറ്റവും മനോഹരമായിരിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് മട്ടാഞ്ചേരിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിഡ്ജൻ റബല്ലോ.